നമസ്കാരം. സ്വകാര്യ സ്ഥാപനങ്ങളിലാണെങ്കിലും സർക്കാർ സ്ഥാപനങ്ങളിലാണെങ്കിലും ജോലികൾക്ക് ചില പ്രത്യേക മാനദണ്ഡങ്ങളൊക്കെ തന്നെ വയ്ക്കാറുണ്ട്. അതായത് ജോലിയുടെ സമയം, ജോലിയുടെ രീതി, ലീവുകൾ, ഓഫുകൾ, അവധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പലപ്പോഴും പല കമ്പനികളും പല രീതിയിൽ മുമ്പോട്ട് വയ്ക്കാറുണ്ട്. പക്ഷേ ഇത് ഈ തൊഴിൽ നിയമമനുസരിച്ചുള്ള അവകാശങ്ങൾ തീർച്ചയായിട്ടും പ്രൈവറ്റ് മേഖലയിൽ, സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കും സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കും ഉണ്ട് എന്നതാണ് അതിൻ്റെ നിയമപരമായ അംശം. അപ്പം അത് പാലിച്ചുകൊണ്ടായിരിക്കണം ഏതൊരു കമ്പനിയും, നമ്മൾ ഗവൺമെൻറ്റിൽ രജിസ്റ്റർ ചെയ്ത ഏതൊരു കമ്പനിയും മനുഷ്യത്വപരമായ രീതിയിൽ തൊഴിലാളികളോട് പെരുമാറുന്നതിനെക്കുറിച്ചുമൊക്കെ തന്നെ ഈ ലേബർ ലോയിൽ വിശദമാക്കുന്നുണ്ട്. ഒരു കമ്പനി ഒരു നോട്ടീസ് പുറപ്പെടുവിക്കുന്നു. ആ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അതായത് നിങ്ങളുടെ കുട്ടിക്ക് അസുഖം വരികയാണെങ്കിൽ നിങ്ങൾ ലീവ് എടുക്കരുത്. കാരണം നിങ്ങളുടെ കുട്ടികളെ നോക്കേണ്ട ബാധ്യതയോ കുട്ടികളുടെ കാര്യങ്ങൾ ചിന്തിക്കേണ്ട അവസ്ഥയൊന്നും കമ്പനിക്കല്ല. നിങ്ങളുടെ കുട്ടികളെയല്ല ജോലിക്കെടുത്തിരിക്കുന്നത്, നിങ്ങളെയാണ്. അപ്പോൾ കുട്ടികൾക്ക് അസുഖം വരികയാണെങ്കിൽ അവധി തരില്ല, ലീവ് എടുക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ശമ്പള നഷ്ടത്തോടെയുള്ള അവധിയായിരിക്കും തരുന്നത്. നിങ്ങളുടെ ആ ഒരു ക്രയശേഷി കമ്പനിക്ക് വേണ്ടി ചെലവഴിക്കണം. കുട്ടികൾക്ക് അസുഖം വന്നാൽ ഇടയ്ക്ക് ലീവ് എടുത്ത് പോകാനോ അല്ലെങ്കിൽ അവധിയെടുത്ത് പോകാനോ ഒന്നും പാടില്ല എന്നുള്ള ഒരു നോട്ടീസാണ് ഒരു സ്വകാര്യ കമ്പനി പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നുണ്ട് ഈ ഒരു നോട്ടീസ്. ഈ ഒരു നോട്ടീസിനോട് അല്ലെങ്കിൽ ഇത് വൈറലായ ഈ ഒരു വാർത്തയോട് പലരും പ്രതികരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അനാഥരെ തിരഞ്ഞു പിടിച്ച് ജോലിക്കെടുക്കണം, കല്യാണം കഴിക്കാത്തവരെയും കുടുംബമില്ലാത്തവരെയും ഒക്കെ ജോലിക്കെടുക്കണം. പിന്നെ മനുഷ്യത്വപരമായൊരു സമീപനമല്ല ഈ പറയുന്നത്. കൊച്ചുകുട്ടികൾക്കൊക്കെ അസുഖം വന്നാൽ, പ്രത്യേകിച്ചും സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ലീവ് എടുത്ത് അവരെ ശുശ്രൂഷിക്കാൻ വീട്ടിലിരിക്കാനൊക്കെ ലീവ് കൊടുക്കേണ്ടതാണ്. പക്ഷെ അതൊന്നും തരില്ല എന്നൊരു കമ്പനി എന്ത് അവകാശത്തോടെ പറയുന്നു എന്നുള്ളതാണ്. ഇതൊരു മനുഷ്യത്വരഹിതമായ നോട്ടീസല്ലേ? കമ്പനി നോട്ടീസ് പിൻവലിച്ചോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ നോട്ടീസ് ഒരു തൊഴിലാളിയോട് കാണിക്കുന്ന ഒരു ക്രൂരതയുടെ അല്ലെങ്കിൽ മനുഷ്യത്വമില്ലായ്മയുടെ ഒരു പ്രതീകമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഒരാൾക്ക് അസുഖം വരികയാണെങ്കിൽ അയാൾക്ക് തീർച്ചയായിട്ടും ചികിത്സ വേണം. ഒരാൾക്ക് അയാളുടെ കുട്ടികൾക്ക് അസുഖം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ചികിത്സിക്കണം. ആ കുട്ടികളുടെ അടുത്ത് അതിൻ്റെ മാതാപിതാക്കൾ തീർച്ചയായിട്ടും ഉണ്ടാകണം. കുട്ടിയെ ഒറ്റയ്ക്കിട്ടിട്ട് വരാൻ പറ്റില്ല. ആശുപത്രിയിലായാലും വീട്ടിലായാലും, ഇനി മുത്തശ്ശനോ മുത്തശ്ശിയോ ഉണ്ടെങ്കിലും മാതാപിതാക്കൾ തന്നെ ചിലപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ അവരുടെ അടുത്ത് ഇരിക്കേണ്ടി വരും. അപ്പം ഇത്തരത്തിൽ ഒരു നോട്ടീസ് പുറപ്പെടുവിക്കാനുണ്ടായ ഒരു ചേതോവികാരം എന്താണ്? അങ്ങനെ ഒരു അവകാശം ആ കമ്പനിക്കുണ്ടോ? ഇല്ല, നിയമപരമായ ഒരു അവകാശവുമില്ല. ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ട്, നിയമങ്ങളുണ്ട്, നിയമവശങ്ങളുണ്ട്. അതിൻ്റേതായ ചില കണക്കുകളുമുണ്ട്. അതായത് ലീവിൻ്റെ കണക്കും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട്. അത് ഒരിക്കലും സ്വയം തോന്നി ഒരു കമ്പനിക്ക് അട്ടിമറിക്കാൻ സാധിക്കില്ല. ഒരു കമ്പനിക്ക് സ്വന്തമായിട്ടൊരു നിയമം ഉണ്ടാക്കാം, വളരെ കുറഞ്ഞ പരിമിതികൾ അതിനകത്തുണ്ട്. പക്ഷേ ഇത്തരത്തിൽ കുട്ടിക്ക് അസുഖം വരികയാണെങ്കിൽ നിങ്ങൾ ലീവ് എടുക്കരുത് എന്ന് ഉത്തരവിടാനും അല്ലെങ്കിൽ നിങ്ങളുടെ ശമ്പളം കട്ട് ചെയ്യും എന്നൊക്കെ പറയാനും ഒരിക്കലും ഒരു സ്വകാര്യ കമ്പനിക്ക് അവകാശമില്ല. സർക്കാരിന് തീർച്ചയായിട്ടുമില്ല. അതിനൊക്കെ സിക്ക് ലീവെന്നും അങ്ങനെയുള്ള പ്രത്യേകമായ ലീവ് ഗണത്തിൽ പലതിനെയും പെടുത്തിയിട്ടുണ്ട്. കുട്ടികൾക്ക് അസുഖം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മാതാപിതാക്കൾക്ക് ലീവ് എടുക്കേണ്ടി വരും. ഉടനെ ശമ്പളം കട്ട് ചെയ്യും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഒരുതരം ഏകാധിപത്യ സ്വഭാവം കാണിക്കുന്ന അല്ലെങ്കിൽ ഒരു അഹങ്കാരം കാണിക്കുന്ന രീതിയിൽ ഒരു സ്ഥാപനവും പെരുമാറിക്കൂടാ. ഇതിൻ്റെ ഈ ഒരു പ്രത്യേകമായ ഈ ഒരു നോട്ടീസ് കണ്ടപ്പോൾ അത് തീർച്ചയായിട്ടും അത് നിയമവിരുദ്ധമാണ്. കമ്പനി നിയമങ്ങൾ ലംഘിക്കുന്ന ഒരു നോട്ടീസാണ് കമ്പനി പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു. അതുപോലെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ ലേ ഓഫ് എന്ന് പറഞ്ഞ കമ്പനി അടച്ചിടും അറ്റകുറ്റപ്പണികൾക്കുമൊക്കെ ആയിട്ട്. ലേ ഓഫിൽ കൃത്യമായി പകുതി ശമ്പളം കൊടുത്തിരിക്കണം. ഒരു സ്ഥാപനത്തിൽ ഒരാൾ പോയി ലേ ഓഫ് ആണെന്ന് പറഞ്ഞു, 3 മാസം ലേ ഓഫ് ആണെന്ന് പറഞ്ഞു. ഈ 3 മാസവും അയാൾക്ക് ശമ്പളം കൊടുത്തില്ല. അയാളത് ലേബർ കോർട്ടിൽ ചോദ്യം ചെയ്തു. അയാൾക്ക് ശമ്പളം കൊടുക്കേണ്ടി വന്നു. അത് എനിക്ക് എൻ്റെ അടുത്തൊരു സുഹൃത്തിനുണ്ടായ അനുഭവമാണ് പറഞ്ഞത്. ഏത് പ്രൈവറ്റ് കമ്പനി ആയാലും ഏത് മുതലാളിയായാലും എത്ര വലിയ മൾട്ടിനാഷണൽ കമ്പനി ആയാലും അതിൻ്റേതായ നിയമങ്ങളും സർക്കാർ സംവിധാനങ്ങളിൽ ഉള്ള നിയമങ്ങളുമൊക്കെ വെച്ചുകൊണ്ട് മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. തോന്നിയവിടെ നോട്ടീസ് ഇറക്കി നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് അസുഖം വന്നാൽ അവധി തരില്ല എന്നൊന്നും പറയാനുള്ള അവകാശം ഒരു സ്ഥാപനത്തിനുമില്ല.